എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ ഫാർമസി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് റിസൾട്ട് വന്ന ശേഷം അതിൽ ക്വാളിഫൈ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് അവസരം ജൂൺ 2-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അവസരമുള്ളത്. അതുപോലെ തന്നെ അപേക്ഷയിൽ വിവിധ സംവരണ വിവരങ്ങളിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് തെറ്റുകൾ ഉള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള അവസരവും ജൂൺ 2-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംവരണ വിഭാഗങ്ങളായിട്ട് അതായത് ചില വിദ്യാർത്ഥികൾ ഇൻകം, അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി, കാസ്റ്റ് അതുപോലെയുള്ള വിവിധ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, ഇതുപോലെ നിങ്ങൾ എന്തൊക്കെയാണ് റിസർവേഷൻസിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാത്തത് കാരണം അത് NRI കോട്ടയൊക്കെയുള്ള മറ്റു വിഭാഗത്തിലുള്ള റിസർവേഷൻസിൽ അപേക്ഷിച്ച് അതായത് ആ റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാത്തത് കാരണം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ മെമോ ഡീറ്റെയിൽസ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിച്ച് എന്തൊക്കെയാണ് അതിന് പരിഹരിക്കാനായിട്ട് വേണ്ടത് ആ ഒരു ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ മെമോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അപേക്ഷയിൽ വന്നിട്ടുള്ള അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അത് കൃത്യമായിട്ട് അതിന് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് അതായത് ബിടെക് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ സെക്കൻഡ് ഇയറിലെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിനുള്ള അവസരം ജൂൺ 2-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു ഫാർമസിക്ക് റാങ്ക് ലിസ്റ്റിന് +2 മാർക്ക് വേണമെന്ന് ചോദിച്ചാൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫാർമസി പരീക്ഷ മാത്രമാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഫാർമസി പരീക്ഷയുടെ മാർക്ക് മാത്രം വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഫാർമസി എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് ഈ ഒരു ഫാർമസി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ അഡ്മിഷൻ നേടുന്ന സമയത്ത് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോളേജിൽ നിന്നാണ് നിങ്ങളുടെ ആ ഒരു +2 റിസൾട്ടും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുക. നിങ്ങൾ ക്വാളിഫൈ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ബിടെക് കോഴ്സാണ്. പല വിദ്യാർത്ഥികളും ബിടെക് കോഴ്സിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബിടെക് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളുടെ +2 മാർക്ക് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ആക്സസ് കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ ആക്സസ് കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ കാണുന്ന കുറച്ച് അക്കങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുന്ന സമയത്ത് വേറെ ആ ഒരു അക്കങ്ങളായിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത് അതാണ് ആക്സസ് കോഡ്. അതുകൂടി നൽകിയ ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് കാണാൻ പറ്റും. അപ്പോൾ പ്രൊഫൈൽ പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും എഞ്ചിനീയറിംഗിന് വേണ്ടി, അതായത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുക. മാർക്ക് സബ്മിഷൻ ഫോർ ENGG എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലോഗിനിൽ അങ്ങനെ ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അതായത് യോഗ്യതാ പരീക്ഷയിൽ നിശ്ചിത വിഷയങ്ങൾക്ക് അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയ്ക്ക് ലഭിച്ച മാർക്ക് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. യോഗ്യതാ പരീക്ഷ പാസ്സായ ബോർഡ്, വർഷം, അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ വിദ്യാർത്ഥിയുടെ അതായത് യോഗ്യതാ പരീക്ഷയുടെ മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതത് ബോർഡുകളിൽ ഈ ഒരു ഓഫീസിൽ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. വെബ് പേജിൽ കാണിച്ചിട്ടുള്ള മാർക്കുകൾ മാർക്ക് ലിസ്റ്റുമായി താരതമ്യം ചെയ്ത് ശരിയാണോ എന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം തിരുത്തലുകൾ ആവശ്യമില്ലെങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് സമർപ്പിക്കേണ്ടതാണ്. ഈ ഒരു വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ കാണിച്ചിട്ടുള്ള മാർക്കുകൾ മാർക്ക് ലിസ്റ്റിൽ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ ചേഞ്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ശരിയായ മാർക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷാ ബോർഡുകളിൽ നിന്നും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിൽ ലഭ്യമല്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾ അവരവരുടെ ബോർഡ്, പാസ്സായ വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ ദൃശ്യമാകുന്ന ആ ഒരു പേജിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ വെബ്സൈറ്റിൽ നിഷ്കർഷിക്കുന്ന പോലെ രേഖപ്പെടുത്തി സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. വെബ് പേജിൽ കാണിച്ചിരുന്ന മാർക്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വന്ന വിദ്യാർത്ഥികളും അതുപോലെ ബോർഡ് ഡാറ്റ ലഭ്യമാകാതെ നിങ്ങൾ മാർക്കുകൾ രേഖപ്പെടുത്തേണ്ടി വന്നവരും മാർക്കുകൾ സമർപ്പിക്കുന്നതിനോടൊപ്പം +2 അഥവാ തത്തുല്യ യോഗ്യതയുടെ മാർക്ക് ലിസ്റ്റ് PDF ഫോമാറ്റുള്ളത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ രേഖകൾ വ്യക്തത ഉള്ളതും വായിക്കാൻ കഴിയുന്നതും അപാകതകൾ ഇല്ലാത്തതും ആയിരിക്കണം. അതുപോലെ തന്നെ മാർക്ക് സബ്മിഷൻ റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം.
നിങ്ങൾ മാർക്ക് സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടാണ് സബ്മിറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് സബ്മിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു മാർക്ക് സബ്മിഷൻ റിപ്പോർട്ട് കിട്ടും. അതാണ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ യോഗ്യതാ പരീക്ഷയിൽ മാർക്കുകൾ വിജയകരമായി സമർപ്പിച്ച ശേഷം മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് സോഫ്റ്റ് കോപ്പിയായിട്ടോ ഹാർഡ് കോപ്പിയായിട്ടോ വിദ്യാർത്ഥികൾ സൂക്ഷിക്കേണ്ടതാണ്. വെബ് പേജിൽ കാണിച്ചിരിക്കുന്ന മാർക്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വന്ന വിദ്യാർത്ഥികളും ബോർഡ് ഡാറ്റ കാണിക്കാത്തതിനാൽ അത് ലഭ്യമല്ലാതിരുന്നാൽ മാർക്കുകൾ രേഖപ്പെടുത്തേണ്ടി വന്നവരും +2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത ശേഷം മാത്രമേ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ലഭ്യമാവുള്ളൂ. മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ +2 മാർക്ക് ഷീറ്റ് എന്നിവ പ്രവേശന പരീക്ഷ കമ്മീഷനുടെ ഓഫീസിലേക്ക് അയക്കാൻ പാടില്ല. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന +2 മാർക്ക് അല്ലെങ്കിൽ പരീക്ഷാ ബോർഡ് ഓരോ വിഷയത്തിന് ലഭിച്ച മാർക്ക്, പരമാവധി മാർക്ക് എന്നിവ, ഓരോ വിഷയവും പാസ്സായ വർഷം എന്നിവ അഡ്മിഷൻ സമയത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. പ്രവേശന പരീക്ഷ കമ്മീഷണർ ഏപ്രിൽ 23 മുതൽ 29 വരെ, അതായത് 24/4/2025 അന്ന് ഫാർമസി പരീക്ഷയായിരുന്നു നടത്തിയിട്ടുള്ള. മെഡിക്കൽ ഈ ഒരു എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതി പ്രോസ്പെക്ടസ് ക്ലോസ് 9.7.5 പ്രകാരം നിശ്ചിത യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മാർക്ക് സമർപ്പിക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുകയും ക്ലോസ് 6 പ്രകാരം നിശ്ചിത യോഗ്യത നേടുകയും ചെയ്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനത്തിന് അർഹതയുണ്ടായിരിക്കുക. അതായത് ഇതിൻ്റെ യോഗ്യത +2വിൻ്റെ അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു യോഗ്യത ഉള്ളവർക്കാണ് പിന്നീട് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക എന്ന് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ജൂൺ 2-ാം തീയതി വരെയാണ് 2-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ് ഇതിനുള്ള അവസരം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംവരണ ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള വിവരങ്ങളും നിങ്ങൾക്ക് അതായത് ആ ഒരു അപ്ലോഡ് ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്ക് ജൂൺ 2-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫാർമസി റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിലവിൽ ഫാർമസിയുടേതിന് പ്രത്യേകിച്ച് +2 മാർക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ മാർക്ക് ചോദിക്കാത്തത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.